കറുപ്പ് വെളുപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ബിഗ് ബോസ് 7ലെ വിശേഷങ്ങളാണ്. ബിഗ് ബോസ് 7 പാർട്ടിസിപ്പന്റിന്റെ പേര് വന്നപ്പോഴത്തേക്ക് എല്ലാവരും വളരെ കൗതുകത്തോടെ നോക്കിയ ഒരു പേരാണ് രേണു സുധി. കൊല്ലം സുധി എന്ന മിമിക്രിക്കാരന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ സ്ത്രീ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ടു. കുറെ റീൽസിലോട്ട് പോയി, കുറച്ച് ഷോയിലേക്ക് പോയി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളിലോട്ട് പോയി. അപ്പം സിനിമാ നടിമാരും അല്ലെങ്കിൽ സ്ത്രീകളും അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നതും അത് വിൽക്കുന്നതും പൈസയാക്കുന്നതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എത്രയോ മാതകറാണിമാരെ മലയാള സിനിമയും മലയാളവും കേരളവും ഒക്കെ കണ്ടെത്തുന്നു. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. അപ്പോൾ ബിഗ് ബോസ് 7ലെ രേണു സുധി ഒരു മെമ്പറായി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി ഇനി കളി വേറെ ലെവലായിട്ട് മാറുന്നു. അപ്പോഴാണ് അക്ബർ എന്നുള്ള ഒരാളും കൂടെ ഈ ബിഗ് ബോസിന്റെ വീട്ടിനകത്തേക്ക് കയറുന്നത്. നമുക്ക് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നമുക്ക് പലരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പലരെയും പറ്റി നമ്മൾ മോശമായിട്ട് ചിന്തിച്ചിരിക്കാം. പക്ഷേ സ്ത്രീകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് പൊതുവേദികളിൽ നമുക്ക് വെറുപ്പുള്ളവരാണെങ്കിൽ കൂടി, നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ കൂടി അതിനെ കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള ഭാഷ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പം പെറ്റ് നെയിമായിട്ട്, അതായത് നിക് നെയിം ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് രേണു സുധിക്ക് ശ്രീ അക്ബർ ഇട്ട പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. ശ്രീ അക്ബർ മനസ്സിലാക്കേണ്ടത് അക്ബറും ഒരു സെപ്റ്റിക് ടാങ്കാണ്. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനുഷ്യ വിസർജ്യം പേറുന്നതിനാണ് സെപ്റ്റിക് ടാങ്ക്. നമ്മളെല്ലാവരും ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൽ മനുഷ്യ വിസർജ്യവും പേറിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് പേരിട്ടതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ ആ പേരിൽ നിന്നും ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു പേരിടണമെങ്കിൽ അയാളുടെ സഹോദരിയാവാം, അമ്മയാവാം, അയാളുടെ ഭാര്യയാവാം, മകളാവാം, കാമുകയാവാം, ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു നിക് നെയിം കൊടുക്കണമെങ്കിൽ അയാളുടെ കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വളർത്തിയ രീതിയും വളർത്തിയ കൾച്ചറും അയാൾക്ക് പകർന്നു കൊടുത്ത സംസ്കാരമൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്ത് ജാതീയമായിട്ടോ മതപരമായിട്ടോ ആരെയും നമ്മൾ ഇകഴ്ത്താനോ പുകഴ്ത്താനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പൊതുവിടങ്ങളിൽ നമ്മൾ നാറ്റിക്കരുത്. നിങ്ങൾ സെപ്റ്റിക് ടാങ്ക് തുറന്നു വിടരുത്. ഇവിടെ നമ്മൾ തമ്മനയിൽ കാണിക്കുന്നത് പോലെ രേണു സുധി സെപ്റ്റിക് ടാങ്കിന്റെ അടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ വീഴ്ന്നു പോയ ഒരാളാണ് ശ്രീ അക്ബർ. പറ്റുമെങ്കിൽ രേണു സുധി കൈ കൊടുത്ത് ഈ അക്ബറെ ഒന്ന് അതിനകത്തൊന്ന് കയറ്റിക്കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.